ജാൻമണി നിരാഹാരത്തിൽ അല്പസമയം മുന്നേ അർജുനും ജാൻമണിയും ചെറിയൊരു പ്രശ്നമെല്ലാം ഉണ്ടായി. പ്രശ്നം എന്തെന്ന് വെച്ചാൽ ജാൻമണി മോർണിംഗ് ഒരു ചായ കുടിച്ച ശേഷം വീണ്ടും ഒരു ചായ എല്ലാം ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിനോടകം തന്നെ പലരും വീണ്ടും വീണ്ടും ചായ എല്ലാം ചോദിച്ചു വരുമ്പോൾ കൊടുക്കാറില്ല. കാരണം ലക്ഷറി സാധനങ്ങൾ എല്ലാവർക്കും കൂടി ഉള്ളതാണ്. എന്നാൽ ഇവിടെ അർജുനും അത് തന്നെ പറഞ്ഞു. അത് ജാൻമണിക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇതിനൊരു തീരുമാനം എടുക്കുന്നത് വരെ ഞാൻ ഇവിടുന്ന് ഒരു ഭക്ഷണം കഴിക്കില്ലെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വാശിയിലാണ് ജാൻമണി. അങ്ങനെ ലഞ്ചിന്റെ സമയമെല്ലാം ആയപ്പോൾ അർജുൻ വന്ന് വിളിക്കുന്നുണ്ട്, ചേച്ചി വാ ഭക്ഷണം കഴിക്കാം. ഞാൻ അതാ രീതിയിലല്ല പറഞ്ഞത്. എല്ലാവരും വീണ്ടും വീണ്ടും ചായ എല്ലാം ചോദിച്ചു വരുമ്പോൾ ഇതുവരെ നമ്മൾ അങ്ങനെ കൊടുത്തിട്ടില്ലല്ലോ, പിന്നെ ചേച്ചിക്ക് മാത്രം തരുന്നത് മോശമല്ലേ? എന്നാലും ഞാൻ ചേച്ചിക്ക് തരാമെന്നെല്ലാം പറഞ്ഞില്ലേ എന്നിങ്ങനെ അർജുൻ പറയുമ്പോൾ എനിക്ക് ഇനി ഇതിനൊരു തീരുമാനമാവാതെ ഭക്ഷണമൊന്നും വേണ്ടെന്നുള്ള തീരുമാനത്തിലാണ് ജാൻമണി. അങ്ങനെ അർജുൻ ചോദിക്കുന്നുണ്ട്, ഇതിന് പ്രായച്ചിത്തമായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ജാൻമണി പറയുന്നുണ്ട്, ഇനി ഇതിനൊന്നും ചെയ്യേണ്ടതില്ല, നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചോ, ഞാൻ കഴിക്കാത്തത് നിങ്ങൾ നോക്കണ്ടെന്നെല്ലാം പറയുമ്പോൾ അർജുൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പിന്നെ ഋഷി എല്ലാം ചോദിക്കുന്നുണ്ട്, എടാ എന്താ പ്രശ്നം? രാവിലത്തെ ചായ തന്നെയാണോ വിഷയം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആട് അത് തന്നെയാണ് പ്രശ്നം, ക്യാപ്റ്റൻ ആയതിന്റെ ഷോയാണ് ഇപ്പോൾ നിരാഹാരം കിടക്കുന്നത് എന്നെല്ലാം അർജുൻ അവിടെ പറയുന്നു. അപ്പോൾ ഋഷി പറയുന്നുണ്ട്, എടാ അവർ ഫുഡ് കഴിക്കാൻ ഞാൻ സീനാണ്, ഒരുപാട് മെഡിസിൻ എല്ലാം കഴിക്കുന്ന ആളല്ലേ, എടാ അതിന് ഞാൻ അവരോട് ഭക്ഷണം ഒന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ജാനു ചേച്ചി വാശി പിടിച്ചാൽ എനിക്ക് അവരുടെ വായിൽ ഭക്ഷണം തിരുകാൻ പറ്റില്ലല്ലോ. ഈ ഇടയ്ക്കിടയ്ക്ക് ചായ എല്ലാം ചോദിച്ചു വരുമ്പോൾ ചായ കൊടുക്കാൻ നിന്നാൽ പഞ്ചസാരയും പാലും എല്ലാം തീരും. കഴിഞ്ഞ ആഴ്ച തന്നെ നീ കണ്ടതല്ലേ, പാലും പഞ്ചസാരയും എല്ലാം തീർന്നിട്ട് നമ്മൾ ഇങ്ങനെ കഴിച്ചു കൂട്ടിയത്. അതുകൊണ്ട് ഈ ആഴ്ച സാധനങ്ങളെല്ലാം ഒപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞതെന്നെല്ലാം ഇങ്ങനെ അർജുനോട് പറയുന്നതാണ് ലൈവിൽ കാണിക്കുന്നത്. എന്തായാലും ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയായിട്ടും ഇതിനൊരു പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിരാഹാരമെല്ലാം തുടരുന്ന ജാൻമണിയെല്ലാമാണ് ലൈവിൽ കാണിക്കുന്നത്. ഹോട്ട്സ്റ്റാർ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.